ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോ സ്റ്റോക്സ്. ഈ വീഡിയോ റിയാക്ഷൻ കാര്യമൊന്നുമല്ല. 2025 ത്രോ ബാക്ക്, കഴിഞ്ഞ വർഷം എന്തൊക്കെ നടന്നു, എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. പെട്ടെന്ന് തീരും. എന്തൊക്കെ നടന്നു, എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ ഒന്ന് പറയാനായിട്ട് വന്ന വീഡിയോ ആണ്. നമുക്ക് തന്നെ മുന്നോട്ട് നോക്കണമല്ലോ, 2025 എന്തൊക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കൊച്ചു വീഡിയോ, അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. എല്ലാ വർഷം തുടങ്ങുമ്പോഴും ഓരോരുത്തർക്ക് ഓരോ ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കാണും. എനിക്ക് ഓരോ വർഷം തുടങ്ങുമ്പോഴും അങ്ങനെ ഓരോ റെസൊല്യൂഷനും കാര്യമൊന്നും ഞാൻ വെക്കാറില്ല. കഴിഞ്ഞ വർഷം തുടങ്ങിയ സമയത്ത് ആസ് യൂഷ്വൽ ഒരു ന്യൂ ഇയർ. ഞാൻ കഴിഞ്ഞ ഡിസംബർ 31 ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാനൊന്നും പോയില്ല. ഞാൻ സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഏതൊക്കെയോ കാട്ടിൽ എവിടെയൊക്കെയോ ഫുഡ് ഡെലിവറിയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയറിന് എങ്ങും പോയില്ല. ഈ വർഷം ന്യൂ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇട്ടൊരു 6-7 മണി വരെ എവിടെയൊക്കെയോ ആയിരുന്നു. അതിനുശേഷം വീട്ടിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂ ഇയർ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 2025 സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ പ്ലസ് പോയിന്റ്സ് നേടിയെടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്ലസും മൈനസും സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. 2025 വർഷം എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു ക്യാഷ്വൽ ഇയർ ആയിട്ടാണ്. ഞാൻ ഭയങ്കര ഹാപ്പി അല്ലായിരുന്നു, എന്നാ ഒട്ടും തന്നെ സാഡും ഇല്ലായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2025 അച്ചീവ്മെന്റ് എന്ന് പറയാനായിട്ടാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ആ ഒരു വർഷം ഒരുപാട് സന്തോഷങ്ങൾ നേരിട്ട വർഷമാണ്. അതേപോലെ ദുഃഖങ്ങൾ നേരിട്ടിട്ടുണ്ട്. സ്വന്തം പൈസയിൽ ഒരു ബൈക്ക് എടുത്തു, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു, പൈസ പൊട്ടിച്ച് കളഞ്ഞു, ഒരുപാട് പുതിയ ടൈപ്പ് ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇറങ്ങി കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കിയ ഒരു വർഷമായിരുന്നു. ഒരു കുറെ കാര്യങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു, വേണ്ട സാധനങ്ങൾ, വേണമെന്ന് തോന്നിയ സാധനങ്ങൾ വാങ്ങിച്ചു, അച്ചീവ് ചെയ്തു. അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വർഷമാണ്. ഒരു ബൈക്ക് സ്വന്തമായിട്ട് എടുത്തു, പിന്നെ കുറച്ച് സാധനങ്ങൾ, വേണമെന്ന് തോന്നിയ സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെയാണ് 2025 എനിക്ക് സ്റ്റാർട്ടായത്. പിന്നെ എനിക്ക് ഷൂസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പൈസയാണ്. അങ്ങനെ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു, കൊച്ചു സാധനങ്ങൾ, ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു, 2-3 ടൈപ്പ് ഷൂസ്. എനിക്ക് ഷൂസ് ഭയങ്കര പൈസയുണ്ട്. ഞാൻ സ്നീക്കർ ഹെഡാണ്. അപ്പൊ കുറച്ച് ഷൂസ് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ സാധനങ്ങൾ, കുറച്ച് ആഗ്രഹങ്ങളൊക്കെ, കൊച്ചു സാധനങ്ങളൊക്കെ സാധിച്ചെടുത്തു. ആൻഡ് ഒരുപാട് സന്തോഷങ്ങളും സംഭവങ്ങളൊക്കെ തുടക്കത്തിൽ കിട്ടിയൊരു വർഷമാണ്. ബട്ട് ലാസ്റ്റ് അതെല്ലാം ഭയങ്കര ദുഃഖങ്ങളിലോട്ട് പോയി. ദുഃഖങ്ങളുടെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ധനനഷ്ടം, മാനഹാനി, മാനസിക നഷ്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഇൻസൾട്ട്, കമ്പാരിറ്റീവ്ലി പാസ്റ്റ് ഇയേഴ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസൾട്ട് കിട്ടിയ ഒരു വർഷമായിരുന്നു എനിക്ക് 2025. പിന്നെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ 2025 സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ വീഡിയോ ഇട്ട് തുടങ്ങി. കണ്ടിന്യൂസ്ലി 2025 സ്റ്റാർട്ട് ചെയ്തു. ഇത് സെറ്റ് ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് വരുന്നു. ഇപ്പോൾ ആ ഒരു സംഭവം 2025 നടന്നത്. ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. ബട്ട് സ്റ്റാർട്ടിങ് നല്ലതുപോലെ തുടങ്ങിയെന്നെങ്കിലും എൻഡ് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ ഒരു 3 മാസം ഭയങ്കര മോശമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോശമായിരുന്നു. ഈ ഒരു 2025 ഞാൻ പഠിച്ചൊരു സാധനമുണ്ട്. ഒക്ടോബർ, നവംബർ, ഡിസംബർ തിയറി ഈസ് റിയൽ. either someone will come to your life or either someone will left from your life എന്ന് പറയുന്ന സാധനം ഒറിജിനലാണ്. ആ ഒരു തിയറി കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആരൊക്കെ എപ്പോഴൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ കാണും. തുടക്കം എല്ലാവരും കാണും, ഒടുക്കാകുമ്പോൾ നീ മാത്രമേ നിനക്ക് കാണുള്ളൂ എന്നുള്ളൊരു സാധനം പഠിച്ചൊരു വർഷമാണ്. പിന്നെ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു തീരായി ഒരു നല്ല ബാക്കപ്പ് കിട്ടി, നല്ല വൃത്തിയായി കിട്ടി. പിന്നെ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര്, നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് മരണപ്പെട്ടു പോയി. കുറച്ച് ഫ്രണ്ട്സ് എല്ലാം എബ്രോഡൊക്കെ പോയി. നമ്മൾ ഒരു ഈ ലോൺനെസ് ഫീൽ ചെയ്ത് തുടങ്ങി. ഫ്രണ്ട്സൊക്കെ പോകുമ്പോൾ ലോൺനെസ് ഒക്കെ കുറേയൊക്കെ ഫീൽ ചെയ്ത ഒരു വർഷം കൂടെയാണ്. ആൻഡ് എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നതിനാലും വിഷമങ്ങൾ വന്നതിനാലും നമുക്ക് തളർന്നിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ, നമ്മൾ എണീച്ച് ഓടിയേ പറ്റത്തുള്ളൂ. എന്നാലേ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ സക്സസ് ആവുള്ളൂ. നല്ല വൃത്തിയാ പിടിച്ചൊരു വർഷമാണ്. വിഷമിച്ചിരുന്നതിനെ വിഷമിച്ചിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് നല്ല കിട്ടിലായിട്ട് പഠിപ്പിച്ചു തന്നൊരു വർഷമായിരുന്നു 2025. കുറെ കാര്യങ്ങൾ പഠിച്ചു, ആരെയൊന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്.
അങ്ങനത്തെ ഒരു വർഷമായിരുന്നു. ലാസ്റ്റ് ടൈമിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അഴുക്ക മാസങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ഫുള്ള് കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം നല്ലൊരു ബാക്കപ്പ്. ആ ഒരു വ്യക്തി എൻ്റെ കൂടെ ഒരു ഒക്ടോബർ ആ ഒരു സ്റ്റാർട്ട് വരെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈം വരെ എനിക്ക് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആൻഡ് ഹാപ്പിനെസ് ആ വ്യക്തി തന്നിട്ടാണ് പോയത്. ആൻഡ് അതില് ഒരുപാട് ഞാൻ ആ ഒരു ടൈം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് എന്താണെന്ന് അവന് ഓരോരോ മൊമെന്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒരുപാട് എക്സ്പ്ലോർ ചെയ്തൊരു വർഷമായിരുന്നു. ആ ഒരു ഒക്ടോബർ വരെ 2025 ഒക്ടോബർ വരെ എനിക്ക് ബെസ്റ്റ് ഇയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ ഒക്ടോബർ തൊട്ട് അങ്ങോട്ട് ഇൻസൾട്ട് ജാതി ഇൻസൾട്ടുകൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഇൻസൾട്ടുകൾ കിട്ടിയപ്പം ഞാൻ ഒരുപാട് റിയലൈസ് ചെയ്തു എങ്ങും എത്തിയിട്ടില്ല. ഒരു ലീഗിൽ നിന്ന് വേറെ ലീഗിലോട്ട് മാറിയിട്ടുള്ളൂ, ബട്ട് എങ്ങും എത്തിയിട്ടില്ല. ഇനി എത്താനായിട്ടും കയറിപ്പോകാനുള്ള പടികൾ ഒരുപാടുണ്ട്. പിന്നെ മനസ്സിലാക്കിയ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റാക്ക ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും നമ്മുടെ സാധനമാണെങ്കിൽ മാത്രമേ നമുക്കത് എടുത്തതിലൊന്ന് തൊടാൻ പോലും അവകാശമുള്ളൂ. നമ്മുടേതല്ലാത്ത ഒന്നിലും നമ്മൾ തൊട്ടുപോലും നോക്കാൻ പോകരുത്. ഇൻസൾട്ട് കിട്ടും എന്നുള്ള സാധനമൊക്കെ നിലനിർത്തിയാൽ മനസ്സിലാക്കിയ ഒരു വർഷം കൂടെ. നമുക്കായിരിക്കും ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കസിൻസ് അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നമുക്കായിരിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അവരെല്ലാം നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ടോൺ വരെ വാച്ച് ചെയ്ത് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ന് മനസ്സിലാക്കിയൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ കുറച്ച് ഇൻസൾട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ബാഡ് അടിച്ച് നെഗടിച്ച വർഷം ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഷൂസും ചെറുതല്ല വലുത് ഒരുപാട് ചെയ്യാനുണ്ട്. ഇപ്പൊ ഈ സംസാരിക്കുന്ന യൂട്യൂബ് ചാനൽ അത് സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ട്. അതിന് പുറത്തോട്ട് എവിടെയെങ്കിലും കയറി പോകണമെന്നുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് നല്ല പോലെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് തോന്നൽ വരുത്തിച്ചൊരു വർഷമായിരുന്നു 2025. ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ ഫീലിങ്സ്, ഇമോഷൻസ്, ലവ്, കമ്മിറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആക്ച്വലി അവരെ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഒരു വർഷം. യൂസ് ചെയ്തിട്ട് പോട്ടെ. നമുക്ക് എന്താ പറയാൻ പറ്റും? നമുക്കിപ്പോൾ ആൾക്കാരുടെ ഇമോഷൻസ്, ഫീലിങ്സ്, കമ്മിറ്റ്മെന്റ്, ലോയൽറ്റി ഒന്നും ഒരു മീറ്റർ വെച്ച് അളക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ചെയ്യാനുള്ള നല്ല ചെയ്തിട്ട് പോട്ടെ. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. നമ്മൾ പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്കത് ഏക്കത്തില്ല എന്ന് വൃത്തിയാ പഠിച്ച ഒരു വർഷം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 രസമാണ്. കുറെ ആൾക്കാരെ പഠിച്ചില്ലേ, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ, കുറെ തെറ്റുപറ്റിയില്ലേ, കുറെ അച്ചീവ് ചെയ്തില്ലേ, കുറെ ശരികൾ ചെയ്തില്ലേ. ശരികൾ എന്താണോ അത് തന്നെ കണ്ടു ചെയ്തുകൊണ്ടിരിക്കുക. അച്ചീവ് ചെയ്ത് എന്താണോ, ഇനി എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത് അത് അച്ചീവ് ചെയ്യുക. തെറ്റുപറ്റിയതെല്ലാം മനസ്സിലാക്കി അത് തിരുത്തുക. നമുക്ക് ദോഷമെന്ന് തോന്നുന്ന ആൾക്കാർ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന മാത്രം ലൈഫിൽ കൂടെ നിർത്തുക. ഒരിക്കലും കഴിഞ്ഞുപോയ 2025 റെപ്യൂട്ടേഷൻ ആയിരിക്കരുത് 2026. ഈ ഒരു ചെറിയ അഡ്വൈസ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാവുള്ളൂ. വേണ്ടതെന്താണോ അത് കൂടെ നിർത്തുക. കൂടെ നിൽക്കുന്നവരാരാണോ അവരെ കൂടെ നിർത്തുക. ബാക്കിയെല്ലാം തട്ടിക്കളഞ്ഞേക്ക്. സമാധാനം കിട്ടാത്ത ഒന്നിനെയും എടുത്ത് തല വെക്കരുത്. സമാധാനം തരാത്ത ഒന്നിനെയും എടുത്ത് കൂടെ തരുത്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണോ അത് മാത്രം നോക്കുക. ആൻഡ് ഏറ്റവും കൂടുതലൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ആർക്കും ശല്യമായി മാറാതിരിക്കുക. ഇത് റീസെന്റ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ 2025 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടോട്ടലായിട്ട് ഔട്ട്കം ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് വാസ് നോട്ട് എ ബാഡ് ഇയർ. ഇറ്റ് വാസ് എ ഗുഡ് ഇയർ ഫോർ മീ ടിൽ ഒക്ടോബർ. ഒരുപാട് മൊമെന്റ്സ്, ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത്, ഒരുപാട് റിയാലിറ്റി, അതിനുശേഷം റിയാലിറ്റി അക്സെപ്റ്റൻസ്, ഇൻസൾട്ട്, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഇൻസൾട്ടുകൾ അല്ലെങ്കിൽ ഡൗൺഫോൾ അനുഭവിച്ചൊരു വർഷം. 3 മാസം കുളമായി പോയെന്ന് എഴുതി നമുക്ക് ബാക്കി ഒരു 9 മാസത്തിന് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. ആൻഡ് ഇനി 2026 കുറിച്ച് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 കിട്ടിയതൊന്നും തന്നെ ആവർത്തിക്കാതിരിക്കുക. ഇത് തന്നെയാണ് 2026 മെയിൻ പ്ലാൻ. അത് തന്നെയാണ് മെയിൻ റെസൊല്യൂഷൻ. ആൻഡ് ഒരുപാട് ഇനി നീങ്ങി പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള റിയലൈസേഷൻ
ആ പ്ലാൻസ് എല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് തന്നെ ഒരു ടാർഗറ്റ് ഒന്നും വെക്കുന്നില്ല, ചെയ്യുക. ടൈം ആകുമ്പോൾ കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ളൊരു മൈൻഡിൽ 2026 അങ്ങോട്ട് കാലെടുത്ത് വെച്ചേക്കുവാണ്. എവിടെ എത്തുമെന്ന് നോക്കാം, എന്താവും നോക്കാം. നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കമന്റ് ഇടുക. 2026 എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് ഇടുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. 2025 throwback. Signing off, Shannon Stocks from Shannon Stocks. And then see you. Bye bye.